ഹായ് വിവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാനിവിടെ വന്നിരിക്കുന്നത് ബസള ഉണ്ട അല്ലെങ്കിൽ ബസള കടുമ്പ് ഉണ്ടാക്കാനാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബസള ഉണ്ട ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ ഒന്ന് ബസളയാണ്. ഈ ബസള നമുക്ക് വേണം. അതിൽ ഇല വേറെ, അതിൻ്റെ തണ്ട് വേറെ ആയിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. ഇതുപോലെ അത് സെപ്പറേറ്റ് ആക്കാം, ക്ലീൻ ചെയ്യാം, നന്നായി കഴുകി എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിയാം. അപ്പോൾ ഇതൊന്നിച്ചിട്ടിട്ട് നമുക്ക് വേവാൻ വെക്കാം. കുക്കറിലാണ് ഞാനിവിടെ വേവാൻ വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഇട്ടിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ ഇതിന് ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ മതിയാവും. അപ്പോൾ അതിന് ഉപ്പ് ചേർത്തു, അതിന് വെള്ളം ചേർത്തിട്ട് ഇത് വിസിലാക്കി വെക്കാം. ഇനി ഇതിന് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാനിവിടെ ഒരു അര മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള പുളിയും ഒരു 2.5 സ്പൂണ് മല്ലിയും എടുത്തിട്ടുണ്ട്. വറുത്ത് വെച്ച മല്ലിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും ജീരകവും ഇട്ടു. എന്നിട്ട് ആവശ്യത്തിനുള്ള മുളക് ചേർത്തിട്ട് ഇതൊന്ന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. പിന്നെ വെന്തിരിക്കുന്ന ബസളയ്ക്ക് ഇത് ചേർത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതിലേക്ക് സവാള മുറിച്ചിട്ട് ചേർക്കണം. ഞാനിവിടെ ഒരു വലിയ സവാള ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് കുറച്ച് വലുതായിട്ട് മുറിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ട് വേവിക്കുന്നത്. അപ്പോൾ സവാളയിൽ ഞാൻ 2 ടൈപ്പ് മുറിച്ചിട്ടുണ്ട്. ഒന്ന് വലുതായിട്ടും പിന്നൊന്ന് കനം കുറഞ്ഞിട്ട്, കട്ടി കുറഞ്ഞിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ കനം കൂടിയിട്ട് മുറിച്ച ഭാഗമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇങ്ങനെ കനം കുറഞ്ഞിട്ട് മുറിച്ച് അത് ഞാൻ എടുത്ത് വെച്ചിട്ട് പിന്നീട് ചേർക്കും. പിന്നെ വേണ്ടത് അരിയാണ്. ഇത് റേഷൻ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അരിയാണ്. ഞാൻ ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്താണ്. ഈ പാകത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. മിക്സിയിൽ അരക്കുന്നത് കൊണ്ട് ഇങ്ങനെ ലൂസായിട്ട് അരച്ചെടുത്തു. കല്ലിലാണെങ്കിൽ നമുക്ക് ടൈറ്റായിട്ട് ഉണ്ടാക്കാൻ പാകത്തിൽ തന്നെ അരച്ചെടുക്കാം. എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുകിയെടുക്കണം. അപ്പോൾ അതിനെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കണം, അടി പിടിക്കാൻ പാടില്ല. അപ്പോൾ അതിങ്ങനെ മാവ് ടൈറ്റായി കിട്ടും. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിന് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറിയ ഉണ്ടയാണ്, ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ കട്ടിയുള്ള ഈ മാവ് കൊണ്ടാണ് ചെറിയ ബോൾസ് ആക്കുന്നത്. ഇതുപോലെ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് വേവാൻ വെക്കണം. ഇത് നന്നായി വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. വേറൊരു വലിയ പാത്രത്തിലേക്ക് ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറി ഇതിലേക്ക് ഒഴിക്കണം. ഇതുപോലെ ചേർക്കാം. അപ്പോൾ നല്ല തിളച്ച് വയ്ക്കുന്ന ചൂടോടെ ഈ കറി ഞാൻ ഈ ഉണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫുള്ള് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ സമയത്ത് സ്റ്റൗ ഓൺ ചെയ്യാം. അപ്പോൾ ഇതിലൊന്ന് മിക്സ് ആവണം, കറി ഫുള്ള് മിക്സ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നന്നായി ഒന്നത് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഇത് ഒന്നിച്ച് തിളച്ച് കഴിഞ്ഞു. അപ്പോൾ കറക്റ്റ് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ്
നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ ബസലുണ്ട റെഡി ആയിട്ടുണ്ട്. അതിനെ വറുത്തിടാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. പിന്നെ ഞങ്ങൾ കനം കുറഞ്ഞ് മുറിച്ച് വെച്ചിട്ടുള്ള സവാള ഇതിൽ ചേർത്തു. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ജീരകം ചതച്ചിട്ട് ഇട്ട് കൊടുത്തു. ഇത് ഈ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ബസള ഉണ്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം ടേസ്റ്റി ആയിട്ടുള്ള ബസള ഉണ്ട റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.